ഞങ്ങൾ ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാമൻ്റെ ജന്മസ്ഥാനത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത്. ഈ അയോധ്യയിലെ പല ക്ഷേത്രങ്ങളും പല രാമക്ഷേത്രങ്ങളും ഇവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറയുന്നുണ്ടെന്ന് പലരും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമാക്കി ചിത്രീകരിച്ചത് ഇതിനെതിരായ ആളുകളാണ്. ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം പരിപാടികൾ നടത്തുക, അതിനകത്തൊരു അനീതിയില്ല CKP. നമ്മുടേതൊരു ബഹുസ്വര സൊസൈറ്റി അല്ലേ. ഇപ്പോഴത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേൽഗതിക്ക് വലിയൊരു പാലം വെച്ച് തന്ന ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ബൂത്ത് ഏജൻ്റായിട്ട് ബൂത്തിലിരിക്കുമ്പോഴേ അമ്മയൊക്കെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുത്തി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്ന ഓരോ വാക്കിനകത്തും ഒരു വലിയ സമുദ്രം പോലെയുള്ള അർത്ഥം നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗമാണ് EMSൻ്റെ. ഇതിപ്പോൾ നിങ്ങൾ CPM എതിർക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ നേതാക്കൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് EMSനെ കോട്ട് ചെയ്യുന്നതാണ് അവർ പറയുക. അതെങ്ങനെയാണ് CKP ഇപ്പോൾ ഒരാൾ അതുവരെ ചെറുപ്പത്തിൽ ഈ പറയുന്ന മതേതരമായിട്ട് എല്ലാവരും ഒരുപോലെ കാണുമെന്ന് പറയുന്ന ആൾ പെട്ടെന്ന് ഹിന്ദുക്കളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത്? അദ്ദേഹം കഴിക്കുന്ന കൂണിന് വലിയ വിലയുണ്ടെന്നാണ് എനിക്കറിയില്ല. അദ്ദേഹം കോട്ടിലൊക്കെ വലിയ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് നടക്കുന്നതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ അത്ര ഗംഭീരമായിട്ട് ജീവിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ വേറെ ഇല്ല രാജ്യത്ത് എന്നാണ് പറയുന്നത്. വളരെ അപ്രസക്തമായി കിടന്നിരുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് EMSൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാനമാനങ്ങൾ അവർക്ക് വാരിക്കോരി കൊടുത്തു. ഒരിടത്തും സ്വീകരണമില്ല, ഒരിടത്തും സ്വാഗതമില്ല. ഏത് വഴിക്ക് പോകുന്ന സമയത്തും ഇവർ കുറുവടി പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ ധാരാളം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പള്ളി തകർത്തിട്ടില്ല, അവിടെ തർക്കമന്ദിരമാണ് തകർന്നത്. അത് CKPയുടെ പക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ മോദി നടന്ന് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് എന്നാണ്. പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടത്തുന്ന ഏകാധിപതി എത്ര ശക്തിയിൽ പോയാലും താഴേക്ക് അതുപോലെ വീഴും എന്ന് പലരും പറയുന്നുണ്ട്. CKP അങ്ങനെ കാണുന്നുണ്ടോ? BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ദേശീയ സമിതി അംഗം ശ്രീ CK പത്മനാഭനാണ് ഇന്ന് TMJ ലീഡേഴ്സിൽ. CKP സ്വാഗതം. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്, 22-ാം തീയതിയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. എല്ലാ BJP പ്രവർത്തകരും BJP അനുഭാവികളും നേതാക്കളുമൊക്കെ സംഘപരിവാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ വലിയ ആവേശമുള്ളൊരു സംഗതിയായിട്ട് കാണുന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും CKPയുടെ ഉള്ളിലും വലിയ ആവേശവും ആഹ്ലാദവും ഒക്കെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഏത് വിധത്തിലുള്ളൊരു ഫീൽ അത്? എന്തുകൊണ്ടാണത്? ഇത് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം സഫലീകരിക്കുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠ എന്നുള്ള ചടങ്ങ്. ഞങ്ങൾ ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാമൻ്റെ ജന്മസ്ഥാനത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത്. അതിന് തടസ്സമായിട്ടവിടെ ആക്രമിച്ചു വന്ന ബാബറുടെ പേരിലുള്ള ഒരു ആരാധനാലയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വർഷങ്ങളായിട്ട് അവിടെ ഒന്നും നടന്നിരുന്നില്ല. മുസ്ലിങ്ങൾ അത് ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഉള്ളൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ജനസംഘത്തിൻ്റെ കാലം മുതൽ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 വളരെ പ്രസക്തമായിട്ടുള്ള ആവശ്യങ്ങൾ പ്രമേയം മുഖാന്തരവും മറ്റും ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നം സജീവമായിട്ട് വരുന്നത്. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഭാരതത്തിലെ BJP സംഘപ്രവർത്തകരുടെ മാത്രമല്ല, ഒരു ഭാരതീയമായി ചിന്തിക്കുന്ന മുഴുവൻ പൗരന്മാരുടെയും ഒരു വലിയ സ്വപ്നമാണ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തമാണ് 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്നുള്ളത്. ഇതിപ്പോൾ CKP അവിടെ നമ്മളിത് ഒരുപാട് തവണ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്തതാണ്. രാജ്യം മുഴുവൻ പലതരത്തിലുള്ള ചേരിതിരിഞ്ഞ് ചർച്ച നടന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ, രാമക്ഷേത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ചർച്ച വീണ്ടും അതിശക്തിയായിട്ട് ഉയർന്നു വരും. ഇതിപ്പോൾ ഒരു വലിയ 400 വർഷക്കാലം നിലനിന്ന ഒരു ചരിത്ര സ്മാരകം, ഒരു വിഭാഗത്തിൻ്റെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധനാലയം, അത് തകർത്തിട്ടാണ്, വയലൻസിലൂടെയാണ് അവിടെ ഒരു ക്ഷേത്രം വരുന്നത്, ഒരു ആത്മീയ കേന്ദ്രം വരുന്നത്. അവിടെ ഒരു വലിയ വയലൻസ് നടത്തിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ ആകെ നശിപ്പിക്കുന്ന ഒരു ആക്റ്റിലൂടെയാണ് എന്നത് യഥാർത്ഥത്തിൽ BJPക്കാരെ ഒരല്പം കുറ്റബോധത്തിൽ കൂടെ എത്തിക്കേണ്ടുന്നൊരു സാഹചര്യമില്ല അവിടെ. വാസ്തവത്തിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ പോകാത്ത, ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു കെട്ടിട സമുച്ചയമാണ്. അതുകൊണ്ടാണ് അതിനെ മസ്ജിദ് എന്ന് പറയുന്നതിന് പകരം തർക്കമന്ദിരം എന്ന് ഞങ്ങൾ പഴയകാലം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ആ തർക്കമന്ദിരത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജനവികാരത്തിൻ്റെ ഫലമായിട്ട് ജനസംഘത്തിൻ്റെ കാലത്ത് തന്നെ ഇതിനെ ബാബറി മസ്ജിദ് എന്ന് പറയില്ല. തർക്കമന്ദിരം തന്നെയാണ്.
ബാബറി മസ്ജിദ് എന്ന് പിന്നീട് കുറേ അതായത് സംഘത്തിൻ്റെ പദാവലിയിൽ ബാബറി മസ്ജിദ് എന്നൊരു പേരുണ്ടായിരുന്നില്ല. ഇല്ല, അത് തർക്കമന്ദിരമാണത്. പക്ഷേ മുസ്ലിം സമുദായം അവിടെ ബാബർ വിദേശത്ത് നിന്ന് ആക്രമിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രധ്വംസനം നടത്തിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വസ്തുത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഉത്ഖനനം നടത്തി അതിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ മുഴുവൻ കണ്ടെത്തി ഇവിടെ പള്ളി വരുന്നതിന് മുമ്പ് ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. പിന്നീട് കുറച്ച് ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ചില ചരിത്രകാരന്മാരാണ് ഇതിനെ ഈ മസ്ജിദ് മന്ദിരം എന്നൊക്കെയുള്ള രൂപത്തിൽ വിവരിച്ചത് അവരാണ്. ഇർഫാൻ ഹബീബ്, റൊമീല താപ്പർ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ചില ചരിത്രകാരന്മാരുണ്ട്. അവർ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ല അവർ ഈ കാര്യങ്ങളെ വിലയിരുത്തിയത്. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഖനനം നടത്തി എത്രയോ അധികം ചരിത്രകാരന്മാർ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സർവേ ഉദ്യോഗസ്ഥന്മാർ ഖനനം നടത്തി. അതിൽ അറിയപ്പെടുന്ന ആളാണ് കെ മുഹമ്മദ്. കെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അത് ഖനനം നടത്തിയത്. ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് ജയറാം രമേഷ്ജിയുടെ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം ഈ ടീമിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്കറിയാം സത്യം, അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ പള്ളി സ്ഥാപിച്ചത് ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന് അവർ ഉത്ഖനനത്തിലൂടെ കണ്ടെടുത്ത് തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. പിന്നെ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ഒരു ശരിയായ രീതി അങ്ങനെ പറയാൻ പാടില്ല. വാസ്തവത്തിൽ ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഞാനത് നമ്മൾ തമ്മിലൊരു സംസാരമല്ലോ എന്നുള്ളതുകൊണ്ട് അതിനെതിരായിട്ടുള്ളൊരു നിലപാടുള്ള ആളാണ് ഞാനും. പക്ഷേ എങ്കിലും എനിക്ക് ചോദിക്കണം, അതുകൊണ്ട് അത് ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ താങ്കൾ പറയുന്ന അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഈ ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നത് ഒരു വാദത്തിന് വേണ്ടി എടുത്ത ശേഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് 400 വർഷം മുമ്പുണ്ടായൊരു വലിയ നിർമ്മിതിയല്ലേ? ജനാധിപത്യമൊക്കെ ഇത്രമാത്രം പുരോഗതിയിലേക്ക് പോയൊരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ വയലൻസിലൂടെ ഒരുപാട് ആളെ കൂട്ടിയിട്ട് ആളുകളെ മുഴുവൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഹിംസാത്മകമായ പ്രവർത്തനം നടത്തുക, അത് അത്ര വലിയ ചരിത്രമൂല്യമുള്ളൊരു കെട്ടിടത്തെ തകർത്ത് കളയുക, എന്നിട്ട് അവിടെ രാമൻ്റെ ക്ഷേത്രം കൊണ്ടുവരിക. അവിടെ പള്ളി തകർത്തുണ്ടാക്കിയ അമ്പലം എന്ന ചീത്തപ്പേര് രാമക്ഷേത്രത്തിന് എല്ലാ കാലവും നിൽക്കില്ലേ? സ്വീകരിക്കും? ഒരിക്കലുമില്ല. ഇപ്പോൾ ഈ പള്ളിക്ക് വേണ്ടി വാദിച്ചിരുന്ന മുസ്ലിങ്ങൾ തന്നെ ഇപ്പം ഈ ചരിത്ര സത്യം കണ്ടെത്തിയതിനെ തുടർന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മുസ്ലിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇത് ദഹിക്കാത്ത കുറേ ആളുകൾ പഴയകാലം മുതൽ നമ്മുടെ രാജ്യത്തുണ്ട്. അവർ ഈ പഴകി തുരുമ്പിച്ചിട്ടുള്ള ഈ മുന അറ്റുപോയിട്ടുള്ള വാദഗതി വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ഒരു വിഷയമല്ല. പ്രശ്നം ഇത് ഒരു രാമക്ഷേത്രമെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ദേശീയ വികാരം എന്ന് പറയുന്നത് അത് ശ്രീരാമൻ്റെ ജന്മസ്ഥാനം എന്നുള്ളതാണ്, അയോധ്യ. അതാണ് വെറും ഒരു ക്ഷേത്രം പള്ളി എന്നുള്ളതല്ല അവിടെ വിഷയം. ഈ ഒരു വസ്തുത കൃത്യമായിട്ട് നമ്മുടെ ദേശീയ ജനതയുടെ മുമ്പിൽ ഭാരതത്തിൽ അവതരിപ്പിച്ചത്. അയോധ്യയിലെ പല ക്ഷേത്രങ്ങളും പല രാമക്ഷേത്രങ്ങളും ഇവിടെയാണ് രാമൻ ജനിച്ചത് എന്ന് പറയുന്നുണ്ടെന്ന് പലരും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അല്ല, അത് പല അവകാശവാദങ്ങളുണ്ട്. ഇപ്പം അത് സ്വാഭാവികമാണ്. ഇപ്പം രാമൻ ഇവിടെ വന്നു, സീത ഇവിടെ വന്നു. ഇപ്പം പുൽപ്പള്ളിയിൽ ലവകുശന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ ക്ഷേത്രമുണ്ട്, സീതാദേവിക്ക് ക്ഷേത്രമുണ്ട്. അവിടെ രാമൻ ജനിച്ച സ്ഥലം ഇന്നതാണ്, ഇവിടെയാണ് ഈ ക്ഷേത്രം നിൽക്കുന്നതെന്ന് പറയുന്ന മറ്റു ക്ഷേത്രങ്ങൾ കൂടെ ഉണ്ട് അയോധ്യയിൽ. അത് പലതും പറയുന്നുണ്ട്. പക്ഷേ ഇത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യം വീണ്ടും ഒരുതരം മുസ്ലിം സമുദായത്തിൽ അനാവശ്യമായ ഒരു വികാരം കുത്തിയിളക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ബാങ്കിൻ്റെ ഒരു തന്ത്രമാണ് ഇതിനെതിരായിട്ട് പ്രചരിപ്പിക്കുന്ന ശക്തികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊരു പ്രസക്തിയില്ല. മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള നിയമയുദ്ധം കോടതിയിൽ എത്രയോ വർഷങ്ങളായി നടന്നിട്ടുണ്ട്. അവസാനം സുപ്രീം കോടതി ഇതിൻ്റെ ഈ ചരിത്ര വസ്തുതകളുടെയും ഉത്ഖനനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുതാപരമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇത് രാമജന്മഭൂമിയാണ്, രാമൻ ജനിച്ച സ്ഥലമാണ്, ഇവിടെ രാമക്ഷേത്രം വേണം എന്ന് പറഞ്ഞു. പിന്നെ വികാരപരമായിട്ട് ഈ മസ്ജിദിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ താല്പര്യം കൂടി സുപ്രീം കോടതി പരിഗണിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ദൂരെ മാറി അവർക്ക് പള്ളി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇവിടെ നമ്മുടെ മുമ്പിൽ. കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിയണം എന്ന് സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞു എന്നത് വസ്തുതയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് വലിയ ക്രിമിനൽ ആക്റ്റാണ് എന്നാണ്. ഇത് രണ്ടും ചെയ്യുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ പള്ളി പൊളിച്ചത്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ക്രിമിനൽ ആക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് നടപടി എടുക്കാനില്ലേ സുപ്രീം കോടതി? അല്ല, അത് ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും വലുത് സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്
അവിടെ ക്ഷേത്രം ഇപ്പോൾ നിർമ്മിക്കുന്നത്. അവിടെ പള്ളി അത് പിന്നെ തകർത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ പിന്നെ ഒരു ചോദ്യം കൂടിയുള്ളൂ. അതായത് പള്ളി തകർത്തത് കൊണ്ടാണല്ലോ അവിടെ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കാൻ പറ്റിയത്. രാമക്ഷേത്രം നിർമ്മിച്ചു, പള്ളി തകർത്തുകൊണ്ടാണ് അത് വലിയ കേസിലേക്ക് അതിൻ്റെ ഉത്തരവിലേക്കൊക്കെ പോയത്. വിധി വന്നു, അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. പള്ളി തകർത്തുകൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റിയത്. പള്ളി തകർത്തത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ CKP വിചാരിക്കുന്നത്? പള്ളി തകർത്തിട്ടില്ല, അവിടെ തർക്കമന്ദിരമാണ് തകർന്നത്. അതൊരു പള്ളി തകർത്തിട്ടില്ല, തർക്കമന്ദിരമാണ് തകർന്നത്. ഇതൊരു യുക്തിയാണ്. അവിടെ ബാബറി മസ്ജിദ്, മിനാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. മിനാരങ്ങൾ ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ച് ബാബർ നിർമ്മിച്ചിട്ടുള്ള മിനാരമാണത്. അത് കുറേ വർഷങ്ങളായിട്ട് അനേക വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ലെന്നേ. മുസ്ലിങ്ങൾ ഒരൊറ്റ മുസ്ലിങ്ങളും അവിടെ പോയിട്ടില്ല. അല്ലാതെ ഇപ്പോൾ CKP നമുക്കിപ്പോൾ ഒരു 300 വർഷം മുമ്പുള്ള കാര്യം അറിയില്ലല്ലോ. അല്ല, 300 വർഷത്തെ കണക്ക് പറയേണ്ടല്ലോ. ഒരു കെട്ടിടം പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ഒരു കെട്ടിടം തന്നെയാണത്. അതും തർക്ക മന്ദിരമാണ്, അവിടെ പള്ളിയല്ല. പള്ളി എന്ന് നിങ്ങൾ വീണ്ടും വ്യാഖ്യാനിക്കുന്നത് ഒരു വികാരം ഇളക്കി വിടാനുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണെന്നാണ് ഞാൻ പറയാം. അത് പൊളിച്ചത് ശരിയോ തെറ്റോ? ഏത് പൊളിച്ചു കളഞ്ഞത്, തകർത്തത്? അല്ല, പൊളിച്ചു കളഞ്ഞത് അവിടെ കർസേവ ചെയ്തിട്ടുള്ള രാമഭക്തന്മാരുടെ സ്വാഭാവികമായ ഒരു വികാര പ്രകടനത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതിന് ഇനിയിപ്പോൾ ഒരു പ്രസക്തിയില്ല. അതൊരു സത്യം അവിടെ നടന്നു കഴിഞ്ഞു. ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുക. കോടതി പക്ഷേ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയല്ലേ അത് തിരുത്തേണ്ടത്, നമ്മളല്ലല്ലോ തിരുത്തേണ്ടത്. CKP ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതുവരെ രാജ്യത്ത് കാണാത്ത വിധം ഉള്ള അസാധാരണമായുള്ള പല കാര്യങ്ങളും നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന സമയത്ത് എന്തിനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവധി കൊടുക്കുന്നത്? അങ്ങനെ ഒരിക്കലും മുൻപുണ്ടായിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നോക്കൂ, ഇത് രാമജന്മഭൂമിയിൽ ഇപ്പം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് അതും ഞാൻ പറയാം, അത് വെറും ഒരു അമ്പലവും അമ്പലത്തിലെ പ്രതിഷ്ഠയുമായിട്ട് കണക്കാക്കുന്നതും ശരിയല്ല. ഞങ്ങളതിനെ കാണുന്നത് അത് നമ്മുടെ ഒരു ദേശീയതയുടെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ ഒരു കർമ്മം. നൂറ്റാണ്ടുകളായിട്ട് വൈദേശിക ആക്രമണത്തിന് വിധേയമായി സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും നഷ്ടപ്പെട്ട ഭാരതത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അസുലഭമായ മുഹൂർത്തമായിട്ടാണ് രാമൻ്റെ ജന്മഭൂമിയിൽ നടക്കുന്ന ഈ പ്രതിഷ്ഠയെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവട്ടെ, അതിന് യാതൊരു തെറ്റുമില്ല. അതാണ് ഈ കാര്യം. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഈ രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടുവന്നത് ലാൽകൃഷ്ണ അഡ്വാനിജിയാണ്. അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് CKP, ഇപ്പോൾ ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് കരുതുക, ഇടതുപക്ഷക്കാരനാണ്. മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ സംഘപരിവാരത്തിന് CKP അടക്കമുള്ള ആളുകളുടെ വികാരം പങ്കിടുന്ന ആളുകൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, സർക്കാരിന് ലീവ് കൊടുക്കാം. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ ആകെ സംവിധാനമാണല്ലോ കേന്ദ്ര സർക്കാർ. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അവധി കൊടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പങ്കാളിയല്ല എന്ന് കരുതുക. അപ്പോൾ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കാൻ അവകാശമാണ്. ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ പിന്നെ നമ്മുടെ ഇത് നടക്കുന്നില്ല, ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് എല്ലാവർക്കും ലീവ് കൊടുക്കും. ചില പ്രത്യേക ഉത്സവങ്ങൾക്കും പള്ളിയിലെ ഉത്സവങ്ങൾക്കും അതാത് സ്ഥലത്തെ ആളുകൾ ഗവൺമെൻറ് ലീവ് കൊടുക്കാറുണ്ട്. അയോധ്യയിൽ മാത്രമല്ല, അല്ല, ഇത് അയോധ്യയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഭാരതത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. അത് CKPയുടെ പക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. അല്ല, അത് BJPയുടെയും RSSന്റെ അഭിപ്രായമാണ്. പക്ഷേ മറ്റുള്ളവരുടെ അല്ല എന്ന് കരുതുന്നത്. ഞങ്ങൾ എന്തായാലും മുസ്ലിം വിഭാഗത്തിൻ്റെ ഞങ്ങളുടെ പള്ളിയാണ് പൊളിച്ചത്, അവിടെയാണ് ക്ഷേത്രം ഉണ്ടാക്കുന്നതെന്ന് കരുതുന്ന ആ വികാരത്തിലിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് എന്ന് കരുതുക. തീർച്ചയായിട്ടും അവർക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ വിചാരിക്കുക ഇവർ മോശം കാര്യമാണ് ചെയ്തത്. ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തെ തകർത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു, അവിടെ ഒരു ഹുങ്ക് കാണിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷക്കാരും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. അവരെല്ലാം ചേർന്നുള്ള അവരുടെ എല്ലാ അവകാശമുള്ള കേന്ദ്ര സർക്കാർ പക്ഷേ എല്ലാവർക്കും ലീവ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് കൊടുക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ഇവിടെ ഞാൻ പറയുന്നത് ശ്രീ പിണറായി ഗവൺമെൻറ് അടക്കം ഇവിടെ ലീവ് കൊടുത്താൽ അതിനെ സ്വാഗതം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, പ്രാദേശികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില പള്ളികളിൽ ഉത്സവം പള്ളി പ്രമാണിച്ചിട്ട് ലീവ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ തിരുവനന്തപുരം മൊത്തം ഇത് കൊടുക്കില്ലേ? നമ്മുടെ കർക്കിടവാവിന് ബലികർമ്മം അർപ്പിക്കുന്ന ഇത് ഉച്ചവരെ രാവിലെയാണ് അതിൻ്റെ ചടങ്ങ്. ഉച്ചവരെ ലീവ് കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ ഗവൺമെൻറ്. അല്ല CKP, ഞാനതിനുള്ള ഒരു ബദൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അതായത് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കുകയാണ്. ഇതിപ്പോൾ രാമക്ഷേത്രം അവിടെ അയോധ്യയിൽ ഉണ്ടാകുന്നതിന് അയോധ്യയിലോ ഇനി ഉത്തർപ്രദേശിലാകെ തന്നെയോ കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതുക. പക്ഷേ നിങ്ങൾ കേന്ദ്രം ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിനോട് ആഭിമുഖ്യമില്ലാത്ത സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലീവാണ്. അതൊരു അനീതിയില്ല. നിങ്ങൾ അമിതമായിട്ട് അധികാരം ഉപയോഗിക്കുകയാണ്. കയ്യിൽ കിട്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ അധികാരം വാസ്തവത്തിൽ BJP ഭരിക്കാത്ത BJPയുടെ എതിർ വിഭാഗം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ലീവ് കൊടുത്തപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സന്തോഷിക്കുകയാണ്. അതിനെ സ്വാഗതം ചെയ്യാനല്ല, അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. ലീവ് കിട്ടിയ അല്ല CKP ഇവിടെ അതുപോലെ ഇതുപോലൊരു ചടങ്ങ്
നമ്മുടെ ഒന്നും ഒരു പരിചയത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ല. CKPയുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് ഈ ഒരു സർക്കാരിൻ്റെ പരിപാടി, ഈ രാജ്യത്തെ സർക്കാരിൻ്റെ പരിപാടി അല്ലെങ്കിൽ സർക്കാർ ആകപ്പാടെ ഏറ്റെടുത്തിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം പരിപാടികൾ നടത്തുക, അതിനകത്തൊരു അനീതിയില്ല CKP. നമ്മുടേതൊരു ബഹുസ്വര സൊസൈറ്റി അല്ലേ? തീർച്ചയായിട്ടും ബഹുസ്വര സൊസൈറ്റിയാണ്. പക്ഷേ ഈ ബഹുസ്വരതയെ നിലനിർത്തുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ നാനാത്വം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഏകത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഏകത്വത്തിലാണ്. രാഷ്ട്രത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നാനാത്വത്തിലാണ്. അപ്പോൾ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്ന സമയത്ത് ഈ ഏകത്വവും നാനാത്വവും കൂടി ഒരേ പ്രഭാവത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഈ രാഷ്ട്രത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും വരുന്നത്. ഈ ഏകത്വം എന്ന് നമ്മൾ പറയുന്ന സമയം ആ ഏകത്വത്തിലെയാണ് നമ്മൾ ഇപ്പോൾ ബഹുസ്വരത നിങ്ങൾ പറഞ്ഞില്ലേ, ആ ബഹുസ്വരതയുടെ അടിത്തറയിൽ ഭാരതത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു പ്രമാണമുണ്ട്. ആ ഏകത്വത്തെ ശക്തിപ്പെടുത്തുന്ന വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്നുള്ളത്. അത് കേവലം അയോധ്യയുടെയോ ഫൈസാബാദ് ജില്ലയിലാണല്ലോ, ഫൈസാബാദിലോ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അത് ഉത്തർപ്രദേശ് മുഴുവനുമുണ്ട്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവരെ ആദരിക്കണം, അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന ഒരു അർത്ഥത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ തരത്തിലുള്ള ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അവിടെ CKP നമ്മുടെ നാട്ടിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ. നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ മതത്തിലോ മറ്റ് വിശ്വാസങ്ങളോ ഒന്നും വിശ്വാസമില്ലാത്ത മനുഷ്യർ കൂടെ ചേർന്നതാണല്ലോ. അതെല്ലാ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. ഇവിടെ വിശ്വാസികളല്ലാത്ത ആളുകളുണ്ടാവും, ഹിന്ദുമത വിശ്വാസികളല്ലാത്തവരുണ്ടാകും, ഇനി ഹിന്ദുമതത്തിനകത്ത് തന്നെ ശ്രീരാമനെ ആരാധിക്കാത്ത ആളുകളുണ്ടാവും. ഇവരെല്ലാം ചേർന്നാണല്ലോ ഈ പറഞ്ഞ നാനാത്വം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് രാമനെ ആരാധിക്കുന്ന ആളുകളുടെ ഒരു പവർ മുഷ്ക് കാണിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചാൽ എന്താ പറയുക? മുഷ്കല്ലത്, അത് മുഷ്ക് പവർ അല്ലെങ്കിൽ ആ തരത്തിലല്ല അതിനെ കാണേണ്ടത്. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം, അത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. അത് ആരാധിക്കാത്തവർക്ക് ആരാധിക്കണമെന്ന് നമ്മളാരും പറയുന്നില്ല. അതിൽ വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട, അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആരും ഈ വിശ്വാസവും ആരാധനയും ഭാരതത്തിലെ അതിലിഷ്ടപ്പെടാത്ത ആരുടെ മേലെയും അടിച്ചേൽപ്പിക്കാൻ ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞിട്ടില്ല. ആ ദിവസം ഈ ഒരു പാവനത്വം, ഒരു ദേശീയ പ്രാധാന്യം ഈ ചടങ്ങിനുള്ളതുകൊണ്ട് അതിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ളൂ. ഇതിൽ നേരത്തെ ഇപ്പോൾ CKPക്ക് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം, ഈ രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ സാമൂഹ്യ സ്പന്ദനങ്ങളെ കണ്ട് പരിചയമുണ്ടല്ലോ. ഇത്രയും കാലം ഇല്ലാത്ത വിധം സർക്കാർ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടുന്നത് ശരിയല്ല എന്ന് തോന്നലുള്ള പല ആളുകളുമുണ്ട്. അതിനെന്ത് വിശദീകരണം താങ്കൾ നൽകുക? നമ്മളെല്ലാ മതങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സെക്യുലറായിട്ടുള്ള നിലപാട് ഈ ബഹുസ്വര സൊസൈറ്റിക്കകത്തെ നേരത്തെ CKP പറഞ്ഞ നാനാത്വം എന്നുള്ള ഓരോ വിഭാഗം ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ഇടമുണ്ടായിരുന്ന സ്ഥലമല്ലേ. അവിടെ കേന്ദ്ര സർക്കാർ തന്നെയും ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടികളുമായിട്ട് പോകുന്നത് തെറ്റാണ് എന്നെനിക്ക് തോന്നിയാൽ എന്തായിരിക്കും വിശദീകരണം? തീർച്ചയായിട്ടും ഇത് മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത് അതാണ് ഞങ്ങൾ പറഞ്ഞ മതത്തിൻ്റെയും അപ്പുറത്തുള്ള നമ്മുടെ ഭാരതം എന്ന ഈ പുരാതനമായ രാഷ്ട്രത്തിൻ്റെ ഒരു അസ്തിത്വത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അതിനെ നമ്മൾ ദേശീയത്വം എന്ന് പറയും പൊതുവെ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രസക്തിയുള്ള ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മളതിനെ കാണുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള രാമജന്മഭൂമി പ്രക്ഷോഭം മുഴുവനും ഈ ഒരു കാഴ്ചപ്പാടിലാണ് നടത്തിയിട്ടുള്ളത്. ഇതിനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തർക്കമാക്കി ചിത്രീകരിച്ചത് ഇതിനെതിരായ ആളുകളാണ്. ഇത് അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒരു തർക്കമാക്കി ചിത്രീകരിച്ചത് മറ്റുള്ള ആളുകളാണ്. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പാലംപൂരിൽ ദേശീയ കൗൺസിൽ സമ്മേളനം നടത്തി. അതിൽ വെച്ച് അന്ന് അഡ്വാനിജിയാണ് അധ്യക്ഷൻ. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പ്രമേയം പാസ്സാക്കി. ഇത് ഈ തരത്തിലല്ല രാമജന്മഭൂമി പ്രസ്ഥാനത്തെ ഈ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്, അതല്ല ശരി. രാമനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിജി തന്നെ രാമരാജ്യം എന്ന് വിഭാവനം ചെയ്ത വ്യക്തിയാണ് മഹാത്മജി. രഘുപതി രാഘവ രാജാറാം പതിതപാവന സീതാറാം എന്ന് എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും പാടി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്താൻ നമ്മുടെ ഭാരതത്തിലെ ജനകോടികളെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. ആ മഹാത്മാഗാന്ധിജി അടക്കം അംഗീകരിച്ചിട്ടുള്ള ഒരു ദേശീയ പുരുഷനാണ് ശ്രീരാമൻ. ആ അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ അതിനകത്ത് ആരെയും നിർബന്ധിച്ചിട്ട് നിങ്ങളവിടെ ചടങ്ങിൽ പങ്കെടുക്കണമെന്നോ നിങ്ങളിതിൽ വിശ്വസിക്കണമെന്നോ ആരോടും പറയുന്നില്ല. ഒരു അടിച്ചേൽപ്പിക്കലും
ഈ കാര്യത്തിൽ നടക്കുന്നില്ല. പരമമായ സ്വാതന്ത്ര്യം ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ പൊതുവെ സർക്കാർ ഈ കാര്യത്തിൽ ഭാരതത്തിൽ കോടാനുകൂടി വരുന്ന ജനതയുടെ ഈ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു സ്വപ്നം, അഭിലാഷം അത് സഫലീകരിക്കുന്ന ഒരു അസുലഭമായ മുഹൂർത്തത്തിൽ അതിനനുസൃതമായ തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു മാത്രമേ അതിനുള്ളൂ. ഒരു ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഏതെങ്കിലും ഒന്നിൽ മതപരമായിട്ടുള്ളൊരു ചടങ്ങ് നടന്നാൽ, അങ്ങനെ നടക്കാറില്ല, സർക്കാർ ഓഫീസുകളിൽ മതപരമായുള്ള ചടങ്ങുകൾ നടക്കാറില്ല, നടന്നാൽ നമുക്ക് വലിയ അത്ഭുതവും ശരിയല്ല എന്ന തോന്നലുമാണ് ഉണ്ടാവുക. അതിപ്പോൾ ഇസ്ലാമിൻ്റെ വല്ല പരിപാടികളും അവിടെ ആരെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ BJP തന്നെയായിരിക്കും ഒരുപക്ഷെ വന്ന് എതിർക്കുക. ഒരുപക്ഷെ എന്നല്ല, എനിക്ക് ഉറപ്പാണ് വന്ന് എതിർക്കും. പക്ഷേ ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തുന്നിടത്ത് യജമാനനായിട്ടിരുന്നു. മുഴുവൻ പരിപാടികളും മൂപ്പർ നടത്തി. ഇപ്പോൾ മറ്റന്നാളത്തെ ഈ പരിപാടിയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ്, രാജ്യത്തെ ഭരണ തലപ്പത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇപ്പോഴും തുടരുന്ന, സെക്കുലർ രാജ്യമായിട്ട് ഇപ്പോഴും തുടരുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതപരമായിട്ടുള്ളൊരു ചടങ്ങിൽ, മതപരമായിട്ടുള്ള ചടങ്ങല്ല എന്ന് താങ്കൾ നേരത്തെ വിശദീകരിച്ചു, പക്ഷേ എന്നാലും ആത്യന്തികമായിട്ട് ഇത് എവിടെ നിന്ന് നോക്കിയാലും മതപരമായിട്ടുള്ള ചടങ്ങാണ്. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായിട്ടാണ് ശ്രീരാമൻ്റെ ക്ഷേത്രം പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നതിൽ എന്തൊരു അഭംഗിയുണ്ട് എന്ന് CKP പോലെ ഒരാൾക്ക് മനസ്സിലാവാത്ത എന്താണ്? ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു കാര്യം ഞാൻ പറയാം. ഇതേപോലെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. സോമനാഥ് ക്ഷേത്രത്തിൽ ഗോറി മുഹമ്മദ് ഗസ്റ്റി ഇവരൊക്കെ ഒരു പലവട്ടം ആക്രമിച്ച് തകർത്ത് അത് പിന്നെ അവിടെ പുനരുദ്ധരിച്ചു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമാണ് പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. അന്ന് അതിൻ്റെ ഇതിൽ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യത്തിൽ ഇതുപോലെ അന്ന് നെഹ്റുജി പ്രധാനമന്ത്രിയായിരുന്നു. നെഹ്റുജി അതിന് തയ്യാറായില്ല. പക്ഷേ ബാബു രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം പോയിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടി സാധിക്കും, ഉണ്ട്. അതാണ് സത്യം. ഇതിലൊരു അഭംഗിയുടെയൊന്നും പ്രശ്നമില്ല. ഇത് നമ്മുടെ ഒരു സമീപനത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ്. പിന്നെ പുതിയ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുകയാണ്, നടക്കട്ടെ. പഴയ കാലം മാറി പുതിയ ഒരു യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇപ്പോൾ പുതിയ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും സമീപനങ്ങളും സംഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരികയാണ്. അതിനെ ആ രീതിയിൽ നമ്മൾ കാണുക എന്ന് മാത്രമല്ല. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഭാവി എന്തായിരിക്കും എന്ന ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രി പോകുന്നു, ശരി, നിങ്ങളിത് പറയുന്നു ദേശീയതയുടെ ആ ഒരു സിമ്പിളാണിത്, അതുകൊണ്ട് പ്രധാനമന്ത്രി കൂടെ പങ്കെടുക്കാമെന്ന നിലപാട് പറയുന്നു. പിന്നീട് ഈ സന്യാസി ശ്രേഷ്ഠരൊക്കെ അവിടെയുണ്ട്, ട്രസ്റ്റിൻ്റെ ആളുകളുണ്ട്, ഈ ട്രസ്റ്റിനെയാണല്ലോ ചുമതലപ്പെടുത്തിയത്. RSSൻ്റെ അധ്യക്ഷന് അവിടെ എന്താണ് കാര്യം? അല്ല, RSSൻ്റെ അധ്യക്ഷന് അതിൽ പങ്കെടുക്കാമല്ലോ. അദ്ദേഹം ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ പ്രാണവായു പകർന്നു കൊടുത്തിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തലവനാണ് അദ്ദേഹം. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടി അധ്വാനത്തിൻ്റെ പിന്നെ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കാര്യം, അതിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ സാഫല്യം വരുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിനൊരു സ്ഥാനം ഉണ്ടായിരിക്കണം. അത് വരുന്നു, അത്രയേ ഉള്ളൂ. അതായത് RSSൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു, അതിൻ്റെ വിജയസ്ഥാനത്ത് മൂപ്പരുണ്ടാവും എന്നല്ലേ പറഞ്ഞതിനർത്ഥം? അല്ല, അങ്ങനെയല്ല. അതിൻ്റെ അതിൻ്റെ വസ്തുത ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ RSS ആണ് ഈ പള്ളി തകർക്കലിന് പിന്നിൽ. അതുകൊണ്ട് പള്ളി തകർത്തില്ലായിരുന്നെങ്കിൽ അമ്പലം അവിടെ വരില്ലായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് RSSൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് അവിടെ സ്ഥാനം കിട്ടിയത്. ഞാൻ പറഞ്ഞാൽ CKP ചൂടാവുമോ? ചൂടാവുന്ന പ്രശ്നമേ ഇല്ല. നമുക്കിത് വളരെ സമാധാനപരമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമേ അതിനകത്തുള്ളൂ. നിങ്ങൾ നോക്കൂ, RSS ഇപ്പം 25 അത് 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കും. 100 വർഷം കഴിഞ്ഞ 100 വർഷമായിട്ട് വളരെ ചെറിയ നിലയിൽ നാഗപ്പുള്ളിൽ തുടങ്ങി വളരെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തോടു കൂടി അത് പടർന്ന് പന്തലിച്ച് നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയ ഊർജ ശക്തിയായിട്ടത് മാറിക്കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് RSS. ഞാൻ എല്ലാവരോടും പറയുന്നത്, പ്രത്യേകിച്ചിട്ടും നമ്മുടെ ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഉത്ഭവിച്ചത് എങ്ങനെയാണ്, അത് വളർന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. അത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്നും ഒരു അപകടകരമായ നിലയിലല്ല, ഇതൊക്കെ യഥാർത്ഥ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു അദ്വാനിജിയാണ് ഇതിൻ്റെ ഈ രാമക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ സഫലീകരിക്കപ്പെടുന്ന ഈ കാര്യത്തിൻ്റെ തുടക്ക കാര്യങ്ങളൊക്കെ ചെയ്തയാളെന്ന്. അദ്വാനിയുടെ ഈ കാര്യത്തിലെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്, താങ്കൾ എങ്ങനെയാണ് അത് അടുത്തറിഞ്ഞിട്ടുള്ളത്? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാലമ്പൂരിൽ നടന്നിട്ടുള്ള ദേശീയ കൗൺസിൽ സമ്മേളനത്തിൽ പ്രമേയം പാസ്സായി. ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വാനിജി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. BJPയുടെ ഈ പാലമ്പൂർ സമ്മേളനത്തിലെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു യാത്രയാണത്. ആ യാത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു
പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൻ്റെ, സാമൂഹിക ജീവിതത്തിൻ്റെ. അഡ്വാനി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഒരുപാട് രാഷ്ട്രീയ പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങളെ ആകെ ഇളക്കി മറച്ച് ആവേശഭരിതമാക്കിയിട്ടുള്ള അങ്ങനെ ഒരു പരിപാടി അതിന് മുമ്പ് കണ്ടിട്ടേയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. പക്ഷേ അതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിനെതിരായിട്ടുള്ള പ്രചാരവേല ശക്തിപ്പെട്ടു. ഇത് വരാൻ പോകുന്നു, കുഴപ്പം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ആ തീരുമാനം വന്ന ഉടനെ തന്നെ രഥയാത്ര വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഡ്വാനിജിക്കെതിരായിട്ടും ആ യാത്രയ്ക്കെതിരായിട്ടുമുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം, ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തണമെന്ന് കരുതിക്കൂട്ടി നടത്തിയിട്ടുള്ള പ്രചരണം ഞങ്ങളുടെ പ്രതിയോഗികൾ വളരെ സംഘടിതമായും വളരെ ആസൂത്രിതമായി നടത്തി. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കുഴപ്പവും എവിടെ ഉണ്ടായിട്ടില്ല, ഒരു കലാപം ഉണ്ടായിട്ടില്ല, ഒന്നും തന്നെ ആ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പ്രചരിപ്പിച്ചതുപോലെയുള്ള ഒരു ഫലങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സമസ്തിപൂരിൽ, ബീഹാറിലെ സമസ്തിപൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവാണ് മുഖ്യമന്ത്രി. അദ്ദേഹം യാത്ര നിരോധിച്ചു, അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. അയോധ്യയിൽ അതെത്തിയില്ല. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിലത്തെ ഒരു അഗ്രേസരൻ എന്ന് പറയുന്നത്, അഗ്രപൂജ നടത്താൻ എല്ലാ അർത്ഥത്തിലും അവകാശമുള്ള ആൾ എന്ന് പറയുന്നത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അദ്വാനി എന്നാണ് ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലമാണിപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്നത്. അദ്വാനിജി മാത്രമല്ല, അദ്വാനിജിയുടെ നേതൃത്വത്തിൽ നടത്തി ഞാൻ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ചരിത്ര സംഭവം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിശയിലേക്ക് ഈ സമരം അത് വഴിതിരിഞ്ഞ് വന്നതിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അഡ്വാനിജി എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും എത്ര ആളുകൾ അന്നൊക്കെ ഞങ്ങളിവിടെ കേരളത്തിൽ ഇവിടെ ഞങ്ങൾ ജനശക്തി യാത്ര നടത്തിയിരുന്നു. അത് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ. CKPയുടെ ഇതിലേക്ക് വരാം. അതിന് ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളിലേക്ക് കൂടെ വരാനുണ്ട്. അതിന് മുമ്പ് പക്ഷേ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് താങ്കൾ എപ്പോഴും താങ്കളെപ്പറ്റി എവിടെ വായിച്ചാലും താങ്കൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അവിടെ നിന്നാണ് ഈ RSSലേക്ക്, സംഘപരിവാരത്തിലേക്ക് വന്നത്, BJPയിലേക്കൊക്കെ വന്നത് എന്ന് പറയും. അതെങ്ങനെയാണ്? അതൊരു ഇപ്പോഴും നോക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോകുക, അതിന് BJPയുടെ ലീഡറായിട്ട് മാറുക. അതിനും ഒരു ചരിത്രപരമായിട്ട് ഇപ്പോൾ 1967 പൊതു തെരഞ്ഞെടുപ്പാണ് ഒരു വഴിത്തിരിവായിട്ടുള്ളൊരു സംഭവം. 67 പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേരളത്തിൽ സപ്തകക്ഷി മുന്നണി ആണ് ഇവിടെ മത്സരിച്ചത്. ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മന്ത്രിസഭ വന്നു, വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ചെറിയ ആളുകൾ, ചെറുപ്പക്കാർ. ഞങ്ങളുടെ മുതിർന്ന അച്ഛനമ്മ തന്നെ സ്കൂൾ SSLC ഒക്കെ കഴിഞ്ഞ ഒരു കാലമാണ്. ഞങ്ങളുടെ അച്ഛൻ കാരണവന്മാരൊക്കെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്. CKPയുടെ പിതാവ് വലിയ കാവുമ്പായി സമരത്തിൽ അനന്തൻ നമ്പ്യാർ വലിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അനന്തൻ നമ്പ്യാർ. അതെ, ഞാനും അച്ഛനും അമ്മ ദേവയമ്മ, അച്ഛനും അമ്മയും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഇതിലായിരുന്നു. ഞാൻ ഈ ജനസംഘത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ജനസംഘവും ഈ കേരള കോൺഗ്രസും ഒക്കെ ചേർന്നിട്ട് ചെറിയൊരു കൂട്ടുകെട്ട് ഇടയ്ക്കൊരു തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബൂത്ത് ഏജൻ്റായിട്ട് ബൂത്തിലിരിക്കുമ്പോഴേ അമ്മയൊക്കെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുത്തി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. അല്ല, അവർക്കപ്പോൾ CKPയുടെ ആ കാലത്ത് വലിയ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പോകരുത് എന്ന് പറയാൻ ഇല്ലില്ല. അവർക്ക് അച്ഛനൊക്കെ എതിർപ്പുണ്ടായിരുന്നു. അച്ഛനതിൽ കാരണം അച്ഛൻ ഭയങ്കര EMSൻ്റെയും AKGയുടെയും ഒക്കെ ആരാധകരാണ്. അച്ഛൻ മാത്രമല്ല, ഞാനും ആരാധകൻ, ഞാൻ ഇന്നും ആരാധകരാണ്. AKGൻ്റെ ഒക്കെ ഇന്നും ഞാൻ ആരാധകനാണ്. കാരണം അതുപോലെയുള്ള ഒരു നേതാവ് വേര് വെട്ടിയിട്ടില്ല. അല്ല, അത് വളരെ പ്രസക്തമാണ്. ഞാൻ അടിയന്തരാവസ്ഥയിൽ വിയൂർ ജയിലിലിരുന്ന സമയത്ത് AKGയുടെ ആത്മകഥ വായിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോഴാണ് അവിടുത്തെ ജയിലർ പറയുന്നത്, അതേ സ്ഥലത്ത് 62 ഇന്ത്യ ചൈന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇവർ എല്ലാവരും അറസ്റ്റ് ചെയ്തിരുന്നു. AKG, സുശീല ഗോപാലൻ, മകള്, ഈ മകളൊക്കെ ആ മുറിയിൽ ജയിലുണ്ടായിരുന്നു. ലൈലേൻ്റെ മകളെയാണ് ഇപ്പോഴും നമ്മുടെ കേരള വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ AKG EMS അത് വേറെ നേരിട്ട് കണ്ടിട്ടുണ്ടോ CKP? പിന്നെ തീർച്ചയായിട്ടും നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഈ EMS എന്നൊക്കെ പറയുന്നത് അത്ര ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ആ ഒരു മുറിക്കയ്യൻ ഷർട്ടും ധരിച്ച് അദ്ദേഹം ഒരു സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി കയറുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പും തൃശ്ശൂരിൽ ഞാൻ അവിടെ പ്രവർത്തിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വലിയ പ്രചരണം കൊടുത്തിട്ടൊന്നുമല്ല. ഒരു പഴയ ദിനപത്രത്തിൻ്റെ ഇതിൽ എഴുതി വെച്ചാൽ മതി, ഇത്രാം തീയതി ഇത്ര മണിക്ക് EMS ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജനക്കൂട്ടമാണ്, ജനസഹസ്രങ്ങൾ ഇവിടെ വരും.
വേറെ പ്രചരണമൊന്നും വേണ്ട, ഈ വാക്ക് കേൾക്കാൻ. എന്താ ആലങ്കാരികമായിട്ട് വലിയ വിസ്തരിച്ച് പറയുന്ന പ്രസംഗമാണോ? അല്ല. വിക്കൊക്കെ ഉണ്ട്, വിക്ക് ഇടയ്ക്കിടയ്ക്ക് വിക്ക് വരും. പക്ഷെ പറയുന്ന ഓരോ വാക്കിനകത്തും ഒരു വലിയ സമുദ്രം പോലെയുള്ള അർത്ഥം നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗമാണ് EMSൻ്റെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇതിപ്പോൾ നിങ്ങൾ പിന്നെ CPM എതിർക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ നേതാക്കൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് EMSനെ കോട്ട് ചെയ്യുന്നതാണ് അവർ പറയുക. CKP EMSനെ പൊക്കി പറയുന്നത് ഇപ്പോഴത്തെ നേതാക്കൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതുകൊണ്ടല്ല. അതിപ്പം കാലാനുസൃതമായിട്ടുള്ള ജീവിതത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ ചില മൂല്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ AKG അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വലിയ അപകടം വരും വിപ്ലവകാരിക്ക്. കാരണം അവരെ വഴിതെറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരു ജനപ്രതിനിധിക്കുണ്ട്. CKP അത് പറഞ്ഞാൽ CPM ഇപ്പോൾ മോദിയെ ചൂണ്ടിക്കാണിച്ചു. അത് എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ല, തീർച്ചയായും അദ്ദേഹം കഴിക്കുന്ന കൂണിന് വലിയ വിലയുണ്ടെന്നാണ് എനിക്കറിയില്ല. അദ്ദേഹം കോട്ടിലൊക്കെ വലിയ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ അല്ല, ഈ അടിസ്ഥാനപരമായി അദ്ദേഹത്തിന് അത്ര ഗംഭീരമായിട്ട് ജീവിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ വേറെ ഇല്ല രാജ്യത്ത്. അടിസ്ഥാനപരമായിട്ട് ഈ ലാളിത്യത്തിൻ്റെ മൂല്യങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും എല്ലാ പൊതുപ്രവർത്തകന്മാർക്കും അനുപേക്ഷണീയമാണ്, അത്യാവശ്യമാണെന്ന് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. CKP നമ്മൾ 1967 ഇലക്ഷനിൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അല്ലേ? അതെ. പിന്നെ എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടൊരു അടുപ്പം വരുന്നത്? അത് വന്നത് 1967 ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു കാലമായിരുന്നു. വടക്കേന്ന് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയ ഭൂമികയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അവിടെ ജനസംഘത്തിൻ്റെ കൂടെ അന്ന് മുന്നണി ഉണ്ടായിരുന്നു. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ ബീഹാറിൽ CPI അടക്കം ഉണ്ടായിരുന്നു ആ മുന്നണിയിൽ. പിന്നെ സംയുക്ത വിധായക ദൾ, അതാണ് അതിൻ്റെ പേര്, സംയുക്ത വിധായക ദൾ എന്ന ഒരു മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊണ്ട് അത് വടക്കേ ഇന്ത്യയിലെ പ്രബലമായ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ പിന്നെ സംസ്ഥാനങ്ങളിലൊക്കെ അവർ അധികാരത്തിൽ വന്നിരുന്നു. അതിൽ ജനസംഘം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരുന്നു. അപ്പോൾ ജനസംഘത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുവരെ എന്തായിരുന്നു നമ്മുടെ പ്രതീക്ഷ? നമ്മുടെ ഒരു കോൺഗ്രസ് പരാജയപ്പെടുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും എന്നാണ്. കാരണം കോൺഗ്രസ് ബൂർഷ്വാ ഭൂപ്രഭുത്വ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾ, നയങ്ങൾക്കും ബദൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് പരാജയപ്പെടുന്നിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയും പ്രചരണവുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് വിരുദ്ധത കൊണ്ടാണോ ഈ ജനസംഘത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് പോയത്? കോൺഗ്രസ് വിരുദ്ധത എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, കോൺഗ്രസ് പരാജയപ്പെടുന്നിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല വേറൊരു ബദൽ ശക്തി ഉയർന്നു വരുന്നു എന്നുള്ള ഒരു കാഴ്ച ജനങ്ങൾക്ക് കിട്ടി. അവിടെയാണ് ഈ ജനസംഘത്തിൻ്റെ പ്രസക്തി വരുന്നത്. ജനസംഘമാണ് പിന്നീട് വരുന്നത്, ഉയർന്നു. അവിടെ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ഒരു ഇടതുപക്ഷക്കാരൻ, കമ്മ്യൂണിസ്റ്റ്, മതേതരമായിട്ടുള്ള കാര്യങ്ങൾ കാണുക, ഈ ഹിന്ദുത്വ സംഗതിയാണല്ലോ ഈ ജനസംഘവും ഈ പറയുന്ന ആദ്യഘട്ടത്തിലെ പാർട്ടികളെല്ലാം. അപ്പോൾ അതെങ്ങനെയാണ് CKP ഒരാൾ അതുവരെ ചെറുപ്പത്തിൽ ഈ പറയുന്ന മതേതരമായിട്ട് എല്ലാവരും ഒരുപോലെ കാണണമെന്ന് പറയുന്ന ആൾ പെട്ടെന്ന് ഹിന്ദുക്കളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത്? അല്ല, ഹിന്ദുക്കളാണ് ഏറ്റവും പ്രധാനം എന്ന് അന്നും ജനസംഘവും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ കേരളത്തിൽ എന്താ ഉണ്ടായത്, വളരെ അപ്രസക്തമായി കിടന്നിരുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് EMSൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാനമാനങ്ങൾ അവർക്ക് വാരിക്കോരി കൊടുത്തു അന്ന്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വഴിയിലേക്ക് പോയി. വർഗരാഷ്ട്രീയത്തിന് പകരം വർഗീയതയെ പുണരുന്ന ഒരു പുതിയ നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യതിചലിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് പുതിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പുതിയ ആശയങ്ങളെക്കുറിച്ചും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചിന്തിക്കുക. അങ്ങനെയാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ തലമുറ അങ്ങനെ ചിന്തിച്ച് വരും. ഞങ്ങളൊക്കെ ഇന്ന് ആ ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണത് വരുന്നത്. അങ്ങനെ ജനസംഘത്തിൻ്റെ ഇതിൽ വന്നു, ജനസംഘത്തിൻ്റെ ഒരു വഴിയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ജനസംഘത്തിൻ്റെ അവരുമായിട്ട് പരിചയപ്പെട്ട സമയത്ത് ആണ് വരുന്നത് സംഘത്തിൻ്റെ RSSൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ RSSൻ്റെ ഇത് വന്നു കഴിഞ്ഞ സമയത്ത് RSSൻ്റെ പിന്നെ OTC എന്ന് പറഞ്ഞൊരു ഏർപ്പാട്, ഓഫീസേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. അത് പാലക്കാട് ഉണ്ടായിരുന്നു. നാഗപൂരിലല്ല, പാലക്കാട്. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഈ സംഘത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, അതായത് എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന, ഇപ്പോഴത്തെ കുറഞ്ഞു അതിൻ്റെ പിന്നെ ദിവസത്തിൻ്റെ എണ്ണം കുറഞ്ഞു മറ്റു പല കാരണങ്ങൾ കൊണ്ട്. ഈ OTC നടക്കും. അതുപോലെ എല്ലാ വർഷവും
പിന്നെ തേർഡ് ഇയർ OTC എന്ന് പറഞ്ഞ നാഗപ്പൂരിൽ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന സംഘ സ്വയം സേവകന്മാർക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്യാമ്പ് 925 മുതൽ ഈ വർഷം വരെ അത് നടക്കുന്നുണ്ട് ഈ രാജ്യത്ത്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ, ആ ഒരു നിതാന്തമായിട്ടുള്ള ഒരു പരിശ്രമം. ആ കാലഘട്ടങ്ങളിലൊന്നും സംഘത്തിന് ഒരു തരത്തിലുള്ള ആനുകൂല്യവും സ്വാഗതവും ഒരിടത്തും കിട്ടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു സാരഥികൾ, അതിൻ്റെ ശില്പികൾ, അതിൻ്റെ സ്ഥാപകന്മാർ, അവരുടെ ഒരു ദീർഘവീക്ഷണം, അവരുടെ ഉള്ളിലുള്ള ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ 100 വർഷം അവർ പ്രവർത്തിക്കുകയാണ് ഇത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ പാലക്കാട് OTC അത് നാഗപ്പൂരിലല്ല, അത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനത്തിലും നടക്കുന്നുണ്ട്. ഇപ്പം നാഗപ്പൂർ OTC ആ കാലത്ത് ഇപ്പോൾ CKP പറഞ്ഞതിലുണ്ട്, ആ കാലത്ത് ഈ ജനസംഘം ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എതിർക്കപ്പെടുന്ന ആളുകളായിരുന്നല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ അധികാരന്മാരായിട്ടുള്ള നേതാക്കളുള്ള ആ രാഷ്ട്രീയത്തിനൊക്കെ വലിയ ആധിപത്യ സ്വഭാവമുള്ള കേരളത്തിലാകെ തന്നെയും കണ്ണൂരിലാണെങ്കിൽ അത് വളരെ ശക്തമായിട്ടുണ്ട്. അവിടെ ഈ ആ കാലത്തൊക്കെ നിശ്ചയമായിട്ടും ഹിന്ദുത്വക്കാർ വല്ലാതെ എതിർക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ കാര്യമില്ലാത്തൊരു പാർട്ടിയാണല്ലോ. അപ്പോൾ എന്താ CKP മുന്നോട്ട് നയിച്ചത് എന്ന് വെച്ചാൽ പരിഹസിക്കപ്പെടില്ലേ ആയിട്ടുണ്ടാവില്ല ആ കാലത്ത്? തീർച്ചയായിട്ടും അത് ശരിയാണത്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരിടത്തും സ്വീകരണമില്ല, ഒരിടത്തും സ്വാഗതമില്ല. ഏത് വഴിക്ക് പോകുന്ന സമയത്തും ഇവർ കുറുവടി പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ ധാരാളം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രസ്ഥാനം അതിൻ്റെ ആശയം അത് ബീജാപാപം ചെയ്ത് അത് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടത് വളർന്നു വരുന്ന സമയത്ത് അതിനോട് കൂറുള്ള, അതിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ഒക്കെ നേരിട്ടുകൊണ്ടും അതിനെ അതിജീവിച്ചുകൊണ്ടുമാണ് അതിനെ വളർത്തിയെടുത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ വളരെ നല്ല നിലയിലേക്ക് ഉയർന്നു വന്നത്. അങ്ങനെയാണ്, ആ ഒരു ഇതുകൊണ്ടാണ്. ഇതിലിപ്പോൾ 1920-കളിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തുടക്കം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം. അക്കാലത്ത് തുടങ്ങിയാണ് ഹിന്ദുത്വ പ്രസ്ഥാനം രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് എത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ലാത്ത തോതിൽ ചുരുങ്ങുന്ന, കേരളത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന നിലയുണ്ടായി. എന്തുകൊണ്ട് ഹിന്ദുത്വം വളർന്നു, എന്തുകൊണ്ട് കമ്മ്യൂണിസം തകർന്നു, താഴേക്ക് പോയി എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് അതായത് നമുക്കൊരു രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അത് ഈ രാഷ്ട്രം എന്നുള്ളത് ഒരുപക്ഷെ ഞങ്ങളുടെ സംഘ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു വിചാരധാരയായിരിക്കും രാഷ്ട്രവും രാജ്യവും വേറെ വേറെയാണെന്നാണ് ഞാൻ. രാജ്യം എന്ന് പറയുന്നത് ഭരണകൂടം, അതാണ്. ഇപ്പം ഹിന്ദിയിലൊക്കെ രാജ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളെ പറയാം, അങ്ങനെയാണത് പറയാം. രാഷ്ട്രം എന്നുള്ളത് ഓരോ ദേശത്തിനും അവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു സ്വത്വം ഉണ്ടായിരിക്കും. ആ സ്വത്വം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാഷ്ട്രം എന്നുള്ളത് വരുന്നത്. അതായത് മതപരമായ രീതിയിൽ ഒരു രാഷ്ട്രം ഉണ്ടാവുകയില്ല, സാമ്പത്തികമായി ഏകീകൃതമായിട്ടുള്ള നിലപാടുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാവുകയില്ല. അപ്പോൾ രാഷ്ട്രത്തിന് ഒരു അസ്തിത്വവും ഒരു വ്യക്തിത്വവും ഒരു ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ തകർന്നത് ഈ സോവിയറ്റ് യൂണിയൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കാതെ ഭരിച്ചതുകൊണ്ടാണ് അവർ തകർന്നത്. അവർ സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ചെയ്തു, എല്ലാം ദേശസൽക്കരിച്ചു, സർക്കാരിൻ്റെ കയ്യിലാക്കി. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പിന്നീട് അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ, അത് തകർന്നു പോയത്. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട് രാഷ്ട്രത്തിന്. ആ വ്യക്തിത്വത്തെ കൃത്യമായി മനസ്സിലാക്കി ആ വ്യക്തിത്വത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും പരിപാടികളും പ്രവർത്തന പദ്ധതികളുമായി നിതാന്തമായി നിരന്തരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതില്ല. ഈ വളർച്ച ഇതിലേറെ മുന്നോട്ട് പോകുന്നതാണ് BJP-കാരൊക്കെ വിചാരിക്കുന്നത്. അടുത്ത ഇലക്ഷനിലും മോദി തന്നെ അധികാരത്തിൽ വരുന്ന വിചാരിക്കുന്ന ആളുകളിൽ BJP-കാരല്ലാത്ത, സംഘപരിവാരക്കാരല്ലാത്ത ആളുകളടക്കമുണ്ട്. ഈ CKP-ഒക്കെ ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് ജനസംഘത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും രാജ്യത്ത് ഈ നിലയിലെത്തും നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് വരുമെന്ന് ഈ രൂപത്തിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ പെട്ടെന്ന് ഈ ഒരു കുതിച്ചു ചാട്ടം വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-ാം തീയതിയാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതൊരു പുതിയ അനുഭവമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക്. കാരണം എല്ലാ മൗലികാവകാശങ്ങളെയും കാറ്റിൽ പറത്തി, ഭരണഘടനയെ റദ്ദ് ചെയ്ത് മൂലക്ക് വെച്ചു, പത്രമാരണ നിയമങ്ങൾ കൊണ്ടുവന്നു, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞ് മിസ എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായിരുന്നു എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. അത് അല്ല, ആ നിയമത്തിൻ്റെ പ്രത്യേകത ഒരു പൗരനെ പിടിച്ചിട്ട് നേരെ ജയിലിലേക്ക് അയക്കാൻ പറ്റും, കോടതി കൊണ്ടുപോകണ്ട. ആ അധികാരം പോലീസിന് കൊടുക്കുന്നതാണ് മെയിൻ്റനൻസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. ആ മിസപ്രകാരം 15 മാസം വിയൂർ ജയിലിൽ കിടന്ന ആളാണ് ഞാൻ. ആൾക്ക് ജയിലിൽ 15 മാസം കിടന്നു.
അന്നാരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? കമ്മ്യൂണിസ്റ്റുകൾ? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ മധ്യ കേരളത്തിലെ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ AP വർക്കിയുണ്ട്, AP കുര്യൻ, എം എം ലോറൻസിൻ്റെ അനിയൻ, പിന്നെ നമ്മുടെ ഈ പാലക്കാട് ഭാഗത്ത് നിന്ന് പിന്നെ ചില ആളുകൾ ഗുപ്തൻ, അങ്ങനെയുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ നല്ല കോറായിട്ടുള്ള ആളുകൾ വിയൂർ ജയിലുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നിച്ചാണോ ഉണ്ടായിരുന്നു? ഒന്നിച്ച് ഞങ്ങൾ പിന്നീട് പ്രത്യേകിച്ച് റൂമുകളിലേക്ക് ആക്കി. പക്ഷേ അവിടെ പാർട്ടി ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. പിന്നെ AP കുര്യനൊക്കെ നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ്. CPM-ൻ്റെ അവർ ഒരു മണിക്കൂർ സമയം മുറിയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ജയിലിനകത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പാർട്ടി ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. ഞങ്ങളും എടുത്തിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങൾ ഏകാത്മ മാനവ ദർശനത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എടുത്തിരുന്നു. സോഷ്യലിസത്തെക്കുറിച്ച് അരങ്ങിൽ ശ്രീധരേട്ടനെ കൊണ്ട് ഞങ്ങൾ ക്ലാസ് എടുത്തു. അരങ്ങിൽ ശ്രീധരേട്ടൻ MP ആയിരുന്നു. അരങ്ങിൽ ശ്രീധരേട്ടൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ ഒരു അമരക്കാരനാണ്. അദ്ദേഹത്തെ മാർക്സിസ്റ്റുകാർ കളിയാക്കിയിട്ട് മാവോസത്വം എന്ന് വിളിക്കരുത്. അതിൽ കണ്ടാൽ ശ്രീധരേട്ടനെ കണ്ടാൽ മാവോസത്വത്തിനെ പോലെ പിന്നെ ഒരു ദാർശനികനും ചിന്തകനൊക്കെയാണ്. സോഷ്യലിസ്റ്റുകൾക്ക് അന്നും RSSകാരോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ സാഹചര്യം വന്നപ്പോൾ അവർ ഇത് മാറി. കാരണം ഞങ്ങൾ സമരം ചെയ്തു. ഞാൻ അടിയന്തരാവസ്ഥക്കെതിരെ പിന്നെ തൃശ്ശൂരിൽ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ഞങ്ങൾ 9 പേരേ ഉള്ളൂ. 9 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പേര് മരിക്കാൻ തയ്യാറായിട്ട് പോകുന്ന ആളുകളാണ്. 9 പേര് തൊടാൻ സാധിക്കില്ല. പോലീസുകാരുടെ ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിഭീകരമായ മർദ്ദനം ഉണ്ടായിരുന്നു അന്ന് സമരം ചെയ്യുന്ന ആളുകൾക്ക്. അതിഭീകരമാണ്. പുതിയ മർദ്ദന മുറകൾ പിന്നെ കണ്ടെത്തിയിട്ട് അത് മുഴുവനും ഈ സമരം ചെയ്യുന്ന ആളുകളുടെ മേലെ പ്രയോഗിച്ചു കൊണ്ടിരുന്ന കാലം. ജയിൽ നിറഞ്ഞപ്പോൾ പിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് വയനാട്ടിലെ കാട്ടിലും മറ്റൊക്കെ ഈ ആളുകൾ വിട്ടിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. എത്ര മർദ്ദനം ഉണ്ടായാലും ഒരു മണ്ണ് വാരിയിട്ട് പോലീസുകാരൻ്റെ മേലെ ഇടാൻ പാടില്ല. അങ്ങനെ അടിച്ച് ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. ഞാൻ ഈ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ഈ 9 പേരെയും കൊണ്ട് വന്നിട്ട് ആളെ കിട്ടാൻ പ്രയാസമാണെന്ന് സമരത്തിന്. കാരണം പത്രമാരണ നിയമമുള്ളത് കൊണ്ട് ഒരു പത്രത്തിലും വരില്ല. ഇന്നത്തെ പോലെ ചാനലുകളൊന്നുമില്ല. ഒന്ന് അടിച്ച് കൊന്നാൽ അവിടെ ബന്ധുക്കൾ പോലും അറിയില്ല, അടുത്ത വീട്ടുകാർ പോലും അറിയില്ല. അങ്ങനെ ഉള്ള ഒരു കാലമായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്ത് പിന്നെ പോയി. അപ്പോൾ ഈ സമരം ഇന്ത്യയിൽ ജയപ്രകാശ് നാരായണനായിരുന്നു ആ സമരത്തിൻ്റെ നേതാവ്, ലോകസംഘർഷ സമരി. ഇവിടെ കേരളത്തിൽ MP മൻമഥൻ സാറായിരുന്നു ലോകസംഘർഷ മദ്യനിരോധനത്തിൻ്റെ ആൾ. അദ്ദേഹം പ്രൊഫസറായിരുന്നു, വലിയ ഗാന്ധിയനാണ് അദ്ദേഹം സാറ്. അദ്ദേഹമാണ് ഇവിടുത്തെ കേരളം. അങ്ങനെ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരമൊക്കെ നടന്ന് പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നേതാക്കന്മാരെല്ലാം ജയിലിനകത്തിരുന്ന എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ജനതാ പാർട്ടി ഉണ്ടായി. ശരി, പാർട്ടി ജയിലുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായി. മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, അഡ്വാനി, ജയപ്രകാശ് നാരായണൻ, ചന്ദ്രശേഖർ, പിന്നെ ഈ മോഹൻ ദാരിയ, കൃഷ്ണകാന്ത്, പിന്നെ ജോർജ് ഫെർണാണ്ടസ്, ഇവരെല്ലാവരും എത്ര നേതാക്കന്മാരെ ആ 25-ാം തീയതി അർദ്ധരാത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെയും സ്വന്തം പാർട്ടിക്കകത്തുള്ള യുവതുർക്കി ചന്ദ്രശേഖർ എല്ലാവരെയും അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരുന്നു. അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതായിരുന്നു. പിന്നെ RSSനെ നിരോധിച്ചു, കുറേ അതൊക്കെ നിരോധനം വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒളിപ്രവർത്തനമാണ്. ഈ രഹസ്യമായിട്ടുള്ള ഒളിപ്രവർത്തനത്തിലൂടെ അടിയന്തരാവസ്ഥക്കെതിരെ ദേശവ്യാപകമായ നവംബർ മാസം 14-ാം തീയതി ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ തീരുമാനിച്ച സ്ഥലത്ത് ഞങ്ങൾ പ്രകടനം നടത്തി. ആദ്യം വലിയ കുഴപ്പമുണ്ടായില്ല. രണ്ടാമത് വരുമ്പോഴത്തേനും അതിഭീകരമായ മർദ്ദനമാണ്. പോലീസിന് നിർദ്ദേശം കിട്ടി. കരുണാകരൻ്റെ പോലീസ് ഇന്ത്യ മൊത്തം. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണല്ലോ ഇന്ത്യ മൊത്തം. കരുണാകരനാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി, അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ ഒരു വലിയ ആ അർത്ഥത്തിൽ നോക്കിയാൽ CKP RSSന് വലിയ ഗുണമുണ്ടായത്, അല്ലെങ്കിൽ ജനസംഘത്തിനും BJPക്കും വലിയ ഗുണമുണ്ടായത് അടിയന്തരാവസ്ഥ. ആ അർത്ഥത്തിൽ ഇപ്പോഴത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേൽഗതിക്ക് വലിയൊരു പാലം വെച്ച് തന്ന ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അല്ല, ഞാൻ ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അവർ ചെയ്തു, അത് അവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി. അതിപ്പോൾ ഏതൊരു വ്യക്തിയും ഇന്ന് മൊത്തം രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം നടത്തും. ശ്രീമതി ഇന്ദിരാഗാന്ധി പിന്നെ ബംഗ്ലാദേശ് യുദ്ധം വന്ന സമയത്ത് 7-ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നിട്ട് വേഗം പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ശ്രീമതി ഗാന്ധി എന്താ പറഞ്ഞതെന്നറിയോ അവരോട്? പിന്നെ നിങ്ങൾ കപ്പൽപ്പടയെ എൻ്റെ ഇങ്ങോട്ട് അയച്ചോളൂ, പക്ഷേ നിങ്ങളുടെ കപ്പൽപ്പട പുറത്തു പോകണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴത്തേനും സോവിയറ്റ് റഷ്യയായിട്ട് നല്ല ബന്ധമായിരുന്നു. റഷ്യയുടെ കപ്പൽപ്പട അപ്പോഴത്തേനും ഇന്ത്യൻ സമുദ്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. നല്ല വളരെയധികം സാമർത്ഥ്യത്തോടു കൂടിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ കരുത്തുണ്ടായിരുന്നു അവർക്ക് കേട്ടോ. പക്ഷേ ഈ അടിയന്തരാവസ്ഥ ഈ അധികാര പ്രയോഗമായിരുന്നല്ലോ, അമിതാധികാര പ്രയോഗമായിരുന്നല്ലോ.
അതിന് പക്ഷേ തിരിച്ചടി ഉണ്ടായി. ഇന്ദിരാഗാന്ധി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പല ആളുകളും പറയുന്നത് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ മോദി നടന്ന് പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് എന്നാണ്. പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടത്തുന്ന ഏകാധിപതി എത്ര ശക്തിയിൽ പോയാലും താഴേക്ക് അതുപോലെ വീഴും എന്ന് പലരും പറയുന്നുണ്ട്. CKP അങ്ങനെ കാണുന്നുണ്ടോ? വലിയ തോതിലൊരു ആധിപത്യ ഭരണകൂടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ എന്താ പറയുക? ഭരണകൂടം എപ്പോഴും പിന്നെ അപകടം തന്നെയാണ്. അത് ആരുടെ ആധിപത്യമായാലും ജനാധിപത്യത്തിൻ്റെ പിന്നെ മൂല്യങ്ങളും മനുഷ്യൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഇതൊക്കെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഇതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ റിപ്പബ്ലിക്കിനെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അമിതാധികാര പ്രവണത എന്ന് പറയുന്നത് പറയുന്നതും ശ്രീമതി ഇന്ദിരാഗാന്ധി 75 അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയും തമ്മിലൊന്നും ഒരു തലത്തിലും നമുക്ക് തുലനം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഒരു കാലം അങ്ങനെയാണ്. അതിന് ശേഷമാണ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. മൊറാർജി ഭായ് പ്രധാനമന്ത്രിയായി, അടൽ ബിഹാരി വാജ്പേയി വിദേശ വകുപ്പ് മന്ത്രിയായി, നമ്മുടെ ലാൽകൃഷ്ണ അഡ്വാനിജി ബ്രോഡ്കാസ്റ്റിങ്ങിന് മന്ത്രിയായി, കുറേ ആളുകൾ മന്ത്രിമാരായി, MP-മാരായി. ഏറ്റവും കൂടുതൽ അതിൽ ഫോഴ്സായിട്ട് വന്നത് ജനസംഘത്തിൻ്റെ ഗ്രൂപ്പ് 99 MP-മാരും മറ്റും അന്നുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ മാത്രം പക്ഷേ CKP ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും BJPയെയും സംഘപരിവാരത്തെയൊക്കെ അകറ്റി നിർത്തുകയാണല്ലോ ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് താഴേക്ക് പോവുക ചെയ്തത്, ഉണ്ടായിരുന്ന സീറ്റ് പോവുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെമ്പാടും ഹിന്ദുത്വം ശക്തി പ്രാപിക്കുമ്പോൾ കേരളത്തിൽ അതിനുള്ള ഇടമില്ല എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ടല്ലോ. കേരളം 2 വൻമുന്നണികൾ, വൻമതിലുകൾ, ചൈനയുടെ വൻമതിൽ എന്ന് പറയുമ്പോൾ 2 വൻമതിലുകൾ കെട്ടി അതിൻ്റെ ഇടയിൽ ആരും പ്രവേശിക്കരുത് എന്ന് വളരെ വാശിയുള്ള 2 മുന്നണികൾ. ആ മുന്നണികളുടെ ഒരേ ഒരു ലക്ഷ്യം, ഒരു കാരണവശാലും BJP വരാൻ പാടില്ല എന്നാണ്. ഒറ്റ ഇന പരിപാടിയേ ഉള്ളൂ. BJP വിരുദ്ധ മുന്നണികളാണ് ഇടതും വലതും മുന്നണികൾ.